ഹലോ കൂട്ടുകാരെ, ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു റോളർ കോസ്റ്റർ റൈഡാണ്. ഈ ഒരു വീഡിയോയുടെ തംബ്നെയിലിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ അതിനെക്കുറിച്ച് കുറച്ചൊന്ന് ഡീപ്പായിട്ടൊന്ന് പറഞ്ഞു തരണമെന്ന് തോന്നി. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വരുന്ന കൗൺസിലിംഗ് സെഷൻസിലൊക്കെയും പറയുന്ന ഒരു കാര്യം, കോമൺ ആയിട്ട് കണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഒന്ന് ബാലൻസ്ഡ് ആയിരുന്നു, കുറച്ച് നാൾ ഹീലിംഗ് ചെയ്തു, ഒരു പീസിൻ്റെ എനർജിയിലായിരുന്നു, പിന്നെയും ഇംബാലൻസ് ആയി. എന്ത് ചെയ്യണമെന്നറിയില്ല, ഞങ്ങൾ ഹീൽഡ് അല്ലേ. എനിക്ക് തോന്നുന്നൊരു 5-6 കൗൺസിലിംഗ് സെഷൻസിൽ കേട്ട കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ അതിനായിട്ട് ആർക്കെങ്കിലും കൗൺസിലിംഗ് സെഷൻ എടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്കായിട്ടുള്ള ഒരു ഉത്തരമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിലും സ്പിരിച്വൽ ജേർണിയിലാണെങ്കിലും നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ഹീലാവണം എന്നുള്ളത്, അല്ലേ? ഹീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ട്രൂത്തിൻ്റെ മുകളിൽ വന്നിരിക്കുന്ന ലെയേഴ്സിനെ നമ്മൾ അഴിച്ചു മാറ്റുകയാണ്, അതല്ലെങ്കിൽ അതിനെ ക്ലെൻസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ലെയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സോഷ്യൽ കണ്ടീഷനിങ് ആവാം, നമ്മളുടെ ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റം ആവാം, നമ്മളുടെ ഫിയേഴ്സ് കൊണ്ട് നമ്മൾ തന്നെ ബ്ലോക്ക് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളാവാം, അതല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കണ്ടുപഠിച്ച കുറച്ച് കാര്യങ്ങളാവാം. എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഈ സൊസൈറ്റിയിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരു ഹ്യൂമൻ ഫോമിൽ നിന്നുകൊണ്ട് ലിമിറ്റഡ് ആയിട്ട് നമ്മൾ ഇത്രമാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി വിചാരിച്ചിരുന്ന ആ ഒരു ബിലീഫ് സിസ്റ്റത്തെ ക്ലെൻസ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ഹീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഹീലിംഗ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പാറ്റേൺസ് ആയിട്ടാണ്. അതായത് ഒരു ഈ പാമ്പിൻ്റെയൊക്കെ പടം എങ്ങനെയാണോ അത് ഒരു സമയം, ആ ഒരു ടൈമിൽ മാറിപ്പോകുന്നത്, അല്ലെങ്കിൽ ആ പാമ്പ് എങ്ങനെയാണോ ആ ഒരു പടത്തെ വിട്ടു പോകുന്നത്, അതേപോലെയാണ് നമ്മുടെ ഓരോ ലെയേഴ്സായിട്ട് നമ്മളുടെ ഉള്ളിലെ പാറ്റേൺസിനെ നമ്മൾ ഹീൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ പോലെ പല പല തരത്തിലുള്ള നമ്മളുടെ മുകളിൽ വന്നിരിക്കുന്ന ലെയേഴ്സ്. ഈ ലെയേഴ്സിനെ ഹീൽ ചെയ്യുമ്പം പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം ഹീലിങ്ങിലേക്ക് വരും. ഹീലിംഗ് പലതരത്തിൽ നമ്മൾ ചെയ്യാറുണ്ട്, പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അത് ഓരോ ജേർണിക്കും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മളുടെ ഇന്നർ വോയിസ് ഗൈഡ് ചെയ്യുന്ന പോലെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരുമ്പോൾ നമ്മൾ ഒന്ന് ബാലൻസ് ആവുന്ന പോലെ തോന്നും, ഒരു പീസിൻ്റെ എനർജിയിൽ വരും. ഓക്കെ, എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റും എന്ന് തോന്നും. കുറച്ചിങ്ങോട്ട് കുറച്ച് ആഴ്ചകൾ അല്ലെങ്കിൽ 1-2 മാസം മുമ്പിലേക്ക് വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു ന്യൂ മൂൺ വരുമ്പോൾ, ഒരു കോസ്മിക് ഫുൾ മൂൺ വരുമ്പോൾ, ഒരു കോസ്മിക് എനർജിയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുമ്പം പിന്നെയും ഇംബാലൻസ് ആവും. അവിടെ നമ്മൾ ഇംബാലൻസ് എന്തുകൊണ്ടാണ് ആവുന്നത്? സ്റ്റിൽ നമ്മുടെ ഉള്ളിൽ ആ ഒരു അൺഹീൽഡ് ആയിട്ടുള്ള ലേയേഴ്സ് കിടപ്പുള്ളത് കൊണ്ടാണ്. അത് ഹീലിങ്ങിനായിട്ട് സർഫേസിൽ വരുന്നതുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഇംബാലൻസ് ആവുന്ന ഉടനെ ഞാൻ ഇനി ഹീലായിട്ടില്ലേ എന്നുള്ള ഒരു ചോദ്യത്തെക്കാളും അൺഹീൽഡ് ആയിട്ടുള്ള വേർഷൻ സർഫേസിൽ വരുന്നു, ഹീലാവാൻ വേണ്ടി ആ ബ്ലോക്സിനെയൊക്കെ ക്ലെൻസ് ചെയ്തു തരുന്നു യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇംബാലൻസ് ആവുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മളൊരു ഐസൊലേഷനിലേക്ക് പോകുന്നതെന്ന് പറയാം, നമ്മൾക്കൊരു ലോ എനർജി ഫീൽ ആവുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ, നമ്മളുടെ അസെൻഷനിൽ അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ നമ്മളെപ്പോഴും ഒരു ബാക്ക് ഗിയറിലേക്ക് വരും. അതായത് ഫോർ എക്സാമ്പിൾ, നമ്മൾ 4Dയിൽ നിന്നും 5Dയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയാണെന്ന് പറഞ്ഞാൽ, നമ്മൾ കുറേ ഹീലിംഗ് ചെയ്യും, ജെന്യൂൻലി ഹീൽ ചെയ്യും. ഹീൽ ചെയ്ത് കഴിയുമ്പോൾ യൂണിവേഴ്സായിട്ട് ആ ഒരു ടൈം പീരീഡിലേക്ക് വരുമ്പോഴത്തേക്ക് കുറേ കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ നിന്നും ക്ലെൻസ് ചെയ്യും. അപ്പോഴൊക്കെ നമ്മൾക്ക് ഇംബാലൻസ് ആവും, ഹെവി പേർജിങ് നടക്കും, ഹെവി എനർജീസ് നമ്മളുടെ സർഫേസിൽ വരും. ഒന്നും ചെയ്യാൻ തോന്നില്ല, റെസ്റ്റ് എടുക്കണമെന്ന് തോന്നും, ഉറങ്ങണമെന്ന് തോന്നും. ഇതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ലെവൽ നമ്മൾ ആ 5Dയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളുടെ ഉള്ളിലെ എനർജിയാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ഹീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിലെ എനർജീനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് അസെൻഡ് ചെയ്യുകയാണ്
ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ആൻഡ് ഹീലിംഗ് എന്ന് പറയുന്നത് എപ്പോൾ അവസാനിക്കും എന്ന് ചോദിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഞാൻ മൊത്തത്തിൽ ഹീലായി എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹീലിംഗ് എന്ന് പറയുന്നത് മൊത്തത്തിൽ എപ്പോൾ അവസാനിക്കും എന്നുള്ളത് നമ്മളുടെ ലാസ്റ്റ് ബ്രെത്ത് വരേക്കും ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കും. ആൻഡ് മൊത്തത്തിൽ ഹീലായി കഴിഞ്ഞു എന്ന് പറയുന്നവരോട് ഒരു കാര്യമേ ഉള്ളൂ പറയാൻ. നമ്മളൊരു ഹ്യൂമൻ ഫോമിലാണ് ജീവിക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മളൊരു മെറ്റീരിയലിസ്റ്റിക് ലൈഫിനെയും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നവരാണ്. അപ്പോൾ ഇവിടെ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കാർമിക് കോൺട്രാക്ട്സ് ഉള്ളതൊക്കെയും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മളുടെ മുമ്പിൽ വരും. അപ്പോഴൊക്കെയും നമ്മൾ ആ ഓരോ കാര്യങ്ങളെ ഓരോ ഹ്യൂമൻ ഫോമിൽ വരുന്ന സോൾസുമായിട്ടുള്ള കാർമിക് കോൺട്രാക്ട്സിനെ ക്ലെൻസ് ചെയ്തുകൊണ്ട് വരും, സിറ്റുവേഷൻസിനെ ക്ലെൻസ് ചെയ്യും, നമ്മൾക്ക് ഫിയർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ട് വരും. നമ്മുടെ കംഫർട്ട് സോൺ വിട്ടിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെയും നമ്മൾ സ്റ്റിൽ നമ്മളുടെ ഓരോ അസെൻഷൻ്റെ ഓരോ സ്റ്റേജസിലുള്ള അതാത് കാർമിക് ലെസൺസ് എടുത്തുകൊണ്ട് കാർമിക് ക്ലിയറൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ കഴിഞ്ഞു എന്നല്ല അതിൻ്റെ മീനിങ്, അത് ഓൺ ഗോയിങ് പ്രോസസ്സ് ആണെന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഹീലായി കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ അറിയാം? ഹീലായി കഴിയുമ്പോൾ ഇതേ കാർമിക് കോൺട്രാക്ട്സ് നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇതൊരു കാർമിക് കോൺട്രാക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ ഡിറ്റാച്ച് ആയി നിന്നുകൊണ്ട്, അതായത് ഈ ലോകത്തിൻ്റെ ഒരു മായയിൽ പെടാതെ മായയിലൂടെ നമ്മളൊക്കെ നടക്കാൻ പറ്റും. മായ എന്ന് പറയുന്നത് നമുക്ക് ലോഭമോഹങ്ങൾ തരുന്ന പല കാര്യങ്ങളായിരിക്കും. അത് ട്വിൻ ഫ്ലെയിംസ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ അവർക്ക് സ്പിരിച്വൽ ലൈഫും മെറ്റീരിയൽ ലൈഫും രണ്ടും ഈക്വലി ബാലൻസ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഈ മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ വരുമ്പോൾ അതിലേക്കും കൂടുതൽ അറ്റാച്ച് ആവാൻ പാടില്ല. നമ്മൾ അതേ ഡിറ്റാച്ച്മെൻറ്റിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളുടെ പർപ്പസിനെ, അത് ലൈഫ് പർപ്പസ് എന്ന് നമ്മൾ പറയും, അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. അതേപോലെ തന്നെ സ്പിരിച്വാലിറ്റിയിലേക്ക് കൂടുതൽ അങ്ങ് അഡിക്റ്റീവ് ആവാതെ അതിലേക്കും നമ്മൾ ഡീപ്പ് ഇൻസൈഡായിട്ട് നമ്മൾ ഇറങ്ങിച്ചെന്ന് നമ്മളെ ഹീലാക്കാനും നമ്മൾക്ക് ഡിവൈനിൽ മേർജ് ചെയ്യാനും നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു പ്രോസസ്സാണ് സ്പിരിച്വൽ പ്രാക്ടീസസ്. അപ്പോൾ ബേസിക്കലി പറഞ്ഞാൽ നമ്മൾ ഹീലായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഹീലിംഗ് ഓൾമോസ്റ്റ് ഒരു 60% പൂർത്തിയായി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഓരോ സിറ്റുവേഷൻസിനെയും ഓരോ ആൾക്കാരെയും എങ്ങനെ നമ്മൾ ആ ഓരോ കാര്യങ്ങളിലൂടെ പോകുമ്പോഴത്തേക്കും അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും അതിൽ ഡിറ്റാച്ച് ആയിട്ട് നിന്നുകൊണ്ട് നമ്മളുടെ പർപ്പസിലേക്ക് നമുക്ക് എങ്ങനെ വരണമെന്നും നമുക്ക് വേണ്ടി എങ്ങനെ സ്റ്റാൻഡ് എടുക്കണമെന്നും നമുക്ക് മനസ്സിലാവും. ബോർഡേഴ്സ് വെക്കേണ്ടടുത്തൊക്കെ നമ്മൾ ബോർഡേഴ്സ് വെക്കാൻ പഠിക്കും. അറ്റ് ദ സെയിം ടൈം സെൽഫ് ലവിൽ ഇരിക്കാനും പറ്റും. അതേപോലെ തന്നെ ഇതേ അൺകണ്ടീഷണൽ ലവ് നമുക്ക് നമ്മളിൽ കണ്ടെത്തി ആദ്യം നമ്മൾ ഫുൾഫിൽമെൻറ്റിൽ വരും, നമ്മളുടെ കംപ്ലീറ്റ്നെസ്സിൽ വരും. അറ്റ് ദ സെയിം ടൈം ആ ഒരു അൺകണ്ടീഷണൽ ലവിനെ നമ്മൾക്ക് മറ്റുള്ള ബീയിങ്സിലേക്കും മദർ എർത്തിലേക്കും സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇനിയൊരു കാര്യം ഇവിടെ പറഞ്ഞു തരാനുണ്ട്. ട്വിൻ ഫ്ലെയിംസ് ആണെങ്കിൽ അവർ ഹീലാവുന്നത് എന്തിനാണ്? ഹീലാവുന്നത് നിങ്ങൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം യൂണിയന് വേണ്ടിയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഹീലാവുന്നില്ല. അത് നിങ്ങളുടെ ബിഗസ്റ്റ് ബ്ലോക്ക് ആയിരിക്കും. നിങ്ങൾ ഹീലാവുന്നത് നിങ്ങളുടെ ഒരു ബെസ്റ്റ് വെർഷനിൽ എത്താനായിരിക്കണം. ഒന്ന്, അങ്ങനെ നിങ്ങൾ ആ ഒരു കംപ്ലീഷൻ്റെ എനർജിയിൽ എത്തുമ്പോൾ, നിങ്ങളുടെ ബെസ്റ്റ് വേർഷനിൽ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആ ഒരു അതർ ഹാഫ് ഈ ഒരു 3D അതായത് എർത്തിലുണ്ടെങ്കിൽ ഫിസിക്കൽ ബോഡിയിൽ അവർ ഫിസിക്കൽ റിലാമിൽ തന്നെ കോണ്ടാക്റ്റ് ചെയ്യും. അതല്ല എനർജറ്റിക് റിലാമിലാണ് 5Dയിലാണെങ്കിൽ അവർ എപ്പോഴും എനർജറ്റിക്കലി നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ കളക്റ്റീവ്ലി ട്വിൻ ഫ്ലെയിംസിൻ്റെ പേർപ്പസ് എന്താണെന്ന് പറഞ്ഞാൽ ഹീലായിട്ട് ആദ്യം അവരുടെ ഉള്ളിലെ യിങ് യാങ് എനർജീസിനെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ ഉള്ളിലെ അൺകണ്ടീഷണൽ ലവിനെ അവർ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിലൂടെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു പാതയിലൂടെ ഒരു സ്പിരിച്വൽ യൂണിയനിൽ വരിക അവരുടെ കൗണ്ടർ പാർട്ടുമായിട്ട്. ഈ ഒരു സ്പിരിച്വൽ യൂണിയനിൽ വന്ന്
ഒരു സ്പിരിച്വൽ കപ്പിളായിട്ട് ഇതിൽ സ്പിരിച്വൽ കപ്പിൾ എന്ന് എടുത്തു പറയാനുള്ള കാരണം പലരും 3D യൂണിയനിൽ 3D പെർമനൻറ്റ് യൂണിയനെ ചൂസ് ചെയ്യുന്നില്ല, പലരും 5D യൂണിയൻ വരെ ചൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ കോമൺ ആയിട്ട് പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ കപ്പിളായിട്ട് 3Dയിലോ 5Dയിലോ ഒക്കെ അവരവരുടെ ജേർണീസിൻ്റെ അനുസരിച്ച് ചൂസ് ചെയ്തുകൊണ്ട് അങ്ങനെ നിന്നിട്ട് മദർ എർത്തിൻ്റെ വൈബ്രേഷൻ കൂട്ടാനായിട്ടാണ്. അപ്പോൾ ഹീലാവുക എന്നുള്ളതിന് നമ്മുടെ ആ ഒരു ഇൻഡിവിജ്വൽ പർപ്പസ് അല്ലാതെ, ഇൻഡിവിജ്വൽ ബാലൻസിങ് അല്ലാതെ, ഇൻഡിവിജ്വൽ ലാഭങ്ങളല്ലാതെ ബിയോണ്ട് ദാറ്റ് നമ്മുടെ പേർപ്പസ് എന്ന് പറയുന്ന മദർ എർത്തിനെ ഹീൽ ചെയ്യുക എന്നുള്ളതും ഉണ്ട്. കാരണം പലപ്പോഴും മദർ എർത്തിലും ഈ ഒരു യിങ് യാങ് ബാലൻസിങ് തെറ്റുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു മസ്കുലൈൻ ആൻഡ് ഫെമിനൈൻ എനർജീസ് ഏതാണോ ഉള്ളത് അതിൻ്റെ ആ ഒരു പ്രൊപ്പോസിഷൻ അല്ലെങ്കിൽ ആ ഒരു അനുപാതം കറക്റ്റായിട്ടില്ലാത്തപ്പോഴാണ് പല പ്രകൃതി ദുരന്തങ്ങളും സംഭവിക്കുന്നത്, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഭൂമിയിൽ വരുന്നതൊക്കെയും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കൂടുതലായിട്ടുള്ള സമയങ്ങളിലാണ് ട്വിൻ ഫ്ലെയിംസ് കളക്റ്റീവായിട്ട് എർത്തിലേക്ക് ഇൻകാർണേറ്റ് ചെയ്യപ്പെടുന്നതും അവരുടെ ഹീലിങ്ങിലൂടെ ആ ഒരു ലൈറ്റിലൂടെ മദർ എർത്തിനെ അവർ ഹീൽ ചെയ്യുന്നതും. അപ്പോൾ നിങ്ങളുടെ പർപ്പസ് എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹീലിങ്ങിന് പ്രയോറിറ്റി കൊടുക്കുക, സ്പിരിച്വൽ പ്രാക്ടീസുകൾക്ക് പ്രയോറിറ്റി കൊടുക്കുക. നിങ്ങളുടെ ഇൻഡിവിജ്വൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളല്ലാതാവുന്നില്ല, നിങ്ങളുടെ ട്രൂത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്ത് നിങ്ങളുടെ ട്രൂത്തിനെ നിങ്ങൾ ഫുള്ളി അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ വരാനായിട്ട് ഫിസിക്കലി, മെൻ്റലി ആൻഡ് ഇമോഷണലി, സോൾ ലെവലിലും എന്നും ആ ഒരു പ്രയോറിറ്റിക്ക് ഒരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഈ ജേണിയിൽ മുമ്പോട്ട് പോവുക. ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു ജേണിയാണ്, അതൊരു ഡെസിഗ്നേഷനോ അല്ലെങ്കിൽ ഞങ്ങൾ ടോട്ടലി ഹീൽഡാണ് എന്ന് പറയുന്ന ഒരു സ്റ്റാമ്പ് ഇട്ട് തരുന്ന ഒരു കാര്യമോ അല്ല എന്ന് മനസ്സിലാക്കുക. ആ ഒരു ജേണിയിൽ മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ നമ്മളുടെ പല മൈൽ സ്റ്റോൺസും നമുക്ക് ബ്രേക്ക് ചെയ്തുകൊണ്ട്, അതായത് പർപ്പസ് ഓറിയൻറ്റഡ്ലി നമ്മൾ സോൾ ലെവലിൽ ചെയ്യാൻ വന്നിരിക്കുന്ന പല മൈൽ സ്റ്റോൺസും നമ്മൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഈ മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്നത് നമ്മളെ ഹീലാക്കുന്നതാവാം, നമ്മളുടെ സോൾ പർപ്പസുകൾ ചെയ്യുന്നതാവാം, നമ്മളുടെ ട്വിൻ ഫ്ലെയിമുമായിട്ട് ഒരു യൂണിയൻ, അതിനു മുമ്പ് ഇന്നർ യൂണിയനിൽ വരുന്നതാവാം, ഡിവൈൻ യൂണിയനിൽ വരുന്നതാവാം, നമ്മുടെ ട്വിൻ ഫ്ലെയിമുമായിട്ടുള്ള ഒരു 5D യൂണിയൻ ആവാം, ഒരു 3D പെർമനൻറ്റ് യൂണിയൻ ആവാം. ഇതൊക്കെയും ഈ ഒരു ഹീലിങ്ങിൽ വരുന്ന മൈൽ സ്റ്റോൺസുകൾ മാത്രമാണ്. അൾട്ടിമേറ്റ്ലി ഹീലിംഗ് ആണ് നമ്മളുടെ പർപ്പസ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുക. അപ്പോൾ ഇത്രയുമാണ് ഹീലിങ്ങിനെ കുറിച്ച് പറഞ്ഞു തരാനുള്ളത്. വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിന്, റേക്കി ഹീലിംഗ് സെഷൻസിന്, ആകാശിക് റെക്കോർഡ് റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്ക്, ക്രിസ്റ്റൽ ഹീലിംഗ്സിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഓം നമഃ ശിവായ.